നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ അതായത് അമ്മ സംഘടനയിൽ വന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനാവശ്യമായ ചില വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിലവിൽ ശ്വേതാ മേനോനെതിരെ വരുന്ന ഈ ഒരു കേസിനെ വിൻചറിന്റെ അഭിപ്രായം? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം എനിക്ക് തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഫേസ്ബുക്കിൽ വരുന്ന പ്രശ്നങ്ങൾ കാണാനോ തീർക്കാനോ എനിക്ക് ഒരു സമയമില്ല. ഞാൻ ഒരാളുടെ കൂട്ടി അഭിപ്രായം പറയില്ല, മറ്റവർ ഭയങ്കര ഓവറാണ്, അവർ ഫുൾ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ കാണാറില്ല. എനിക്കത് അറിയണ്ട. ആരും ഇവിടെ പോയി ടൂർ പോയാലും എനിക്കത് അറിയണ്ട. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രമാവുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പൊ അത് കൃത്യമായി ചെയ്തതാണ് 3-4 സിനിമകളിലൂടെ ശ്വേതാ മേനോൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ആ നാളെ ഒരു സുപ്രഭാതത്തില് ബിബിൻ ചേട്ടൻ ഒരാളെ കുത്തിക്കൊല്ലുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ നാളെ അത് ബിബിൻ ചേട്ടൻ ഒരു കൊലപാതകയാണെന്നും പറഞ്ഞിട്ട് കോടതി കേസ് എടുക്കുക അല്ലെങ്കിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? ഇതിനെപ്പറ്റി നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ സംസാരിച്ച പോലെ ബേസിക്കലി ഞാൻ സീരിയസ് ആയിട്ട് വരിക. നിങ്ങൾ ഇനി എന്തോരം എന്നോട് കുറിച്ച് ചോദിച്ചാലും ഞാൻ ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസിൽ ഞാൻ ഇടപെടുത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിന് ഈ പറയുന്ന ഒരാഴ്ചയിലുള്ള ഇതിന്റെ ആയുസ് അല്ലേ? നിങ്ങളിപ്പോ എന്ത് ചോദിച്ചാലും ഈ 15-ാം തീയതി പോയി ഞങ്ങൾ വോട്ട് ചെയ്യുന്നിടത്ത് പരിപാടി കഴിഞ്ഞു. നാളെ വീണ്ടും ആ ഒരാഴ്ചത്തെ ഉത്തരത്തിന് വേണ്ടിട്ട് എന്നെ എറിഞ്ഞിട്ട് കൊടുക്കണ്ട. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് പ്രതികരിക്കുന്നില്ല എന്നും ഒരു വരാം. വളരെ നല്ലത്, രക്ഷപ്പെട്ടു. അവനോട് എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അവന്റെ വായി കുത്തിയാലൊന്നും പറയൂല, അവൻ പ്രതികരിക്കുന്നില്ലാത്തവെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം. വിജയനെ പറ്റി മാത്രമല്ല പറഞ്ഞത്, കാരണം നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോ നിലപാട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നിലപാട് എന്നുള്ളത് നമുക്ക് ഉണ്ടായാൽ മതി. നമ്മളെല്ലാവരും വിളിച്ചു പറയണമെന്ന് ഒരു നിർബന്ധമില്ല. രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, അത് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് എൻ്റെ നിലപാടുണ്ട്. ഈ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് എൻ്റെ ഉത്തരങ്ങളുണ്ട്, എല്ലാത്തിനുണ്ട്. പക്ഷെ അത് എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒരാഴ്ചത്തെ വാർത്തയാവാൻ എനിക്കൊരു താല്പര്യമില്ല. പിന്നെ എന്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ 3 സംഘടനകളിൽ നിന്നും ഞങ്ങൾ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് കിട്ടുന്ന സപ്പോർട്ട് വലുതാണ്, വലിയ സപ്പോർട്ട്. ഞങ്ങൾ അത് മാത്രം നോക്കുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചേംബറിലേക്ക് വരുന്നത്. ചെറുതുടനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാങ്കേതികമായ ബുദ്ധിമുട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സഞ്ജിത് അന്ത്യാട്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചേംബറിന്റെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടക്കക്കാരാണ്. കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു മേഖലയിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് സിനിമ പാരമ്പര്യമില്ല, പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല, ചെറിയ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടീം ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം കാണിച്ച ഈ ഇലക്ഷൻ തിരക്കിനടയ്ക്കും ഓഫീസിലെത്തി എടാ എന്നത്തേക്കാണ് ഞങ്ങൾ അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിപ്പിൽ തന്നെ ഒരു ഫിലിമിന്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും ബാക്കി 2 എണ്ണത്തിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു നോക്കി. അത് പറഞ്ഞാൽ തുടർച്ചയായ സിനിമകൾ ചെയ്തവർക്കാണ് 3 സിനിമ അനൗൺസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സത്യത്തിൽ എന്തിനാ എന്നുള്ള ചോദ്യം ചോദിക്കുക ചെയ്തതെന്നാണ് സത്യാർത്ഥിയായിട്ട്. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അമ്മ സംഘടന എന്നാലും ഏത് നടീനന്മാരും വേണേലും അവരുടെ സംഘടനയോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ ആരും കാണിക്കുന്നില്ല. ഞങ്ങളെക്കൊണ്ട് തുടക്കക്കാർക്ക് എല്ലാ സംഘടനകളും വേണം, എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് നിലനിൽക്കുള്ളൂ. ഈ പ്രശ്നങ്ങൾ ബിപിൻ ബ്രോ പറഞ്ഞ പോലെ കാലാകാലങ്ങളിൽ വരും. ഒരാഴ്ച ഒരു സംസാരം ഉണ്ടാവും, അതങ്ങോട്ട് പോകും, അടുത്ത വിഷയം വരും, അതിന് പിടിക്കും. ഇത്രേ ഉള്ളൂ. കഴിവതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ പ്രചരണങ്ങൾക്ക് ഒഴിവായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അമ്മയുടെ ഒരു കാര്യം പറയാം. എനിക്ക് ഇതിൽ നടക്കുന്ന പണ്ട് തുടങ്ങി നമ്മുടെ ഓഡിയൻസിന് കിട്ടുന്ന അമ്മയും എന്താണ് അവിടെ സംഭവം അയൽക്കൂട്ടാണോ? ഓഡിയൻസിന് കിട്ടുന്നതും ഇവിടുത്തെ പ്രേക്ഷകർക്ക് കിട്ടുന്നതും അമ്മയെ പറ്റിയുള്ള ധാരണയും അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടുത്തെ ഒരു മെമ്പറായ രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേ അവിടെയുള്ള ഒരുപാട് കലാകാരികൾ അവിടെ വർക്കുള്ളവർ എത്ര പേരുണ്ടെന്നുള്ളതല്ല, അവിടെ വരുന്ന ഒരുപാട് ആളുകൾ ഈ അമ്മ നേരിട്ട് സഹായിക്കുന്നത് നേരിട്ട് കാണുന്ന ആളാണ്. എനിക്കത് മാത്രം അറിയാം. ഒരുപാട് ഇപ്പോഴുള്ള കലാകാരന്മാരെ നേരത്തെ ഉണ്ടായിരുന്നവരെ ഒരുപാട് സഹായങ്ങൾ
അതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും അവർക്ക് മാസം മാസം കിട്ടുന്ന കൈനീട്ടമാണെങ്കിലും അത് വെച്ച് മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകൾ വരുന്നത്. ഞാൻ ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ അതിൻ്റെ കാണുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും കാണാൻ പാടില്ല അവിടുത്തെ. ഞാൻ കാണുന്നത് ഇതാണ്, അവിടുത്തെ ഒരു നന്മ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കലാകാരന്മാരും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ കാഴ്ചയിൽ അമ്മ. എനിക്ക് ഒരു കാര്യത്തില് അല്ല എനിക്കിനി ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താണ്ടായിരുന്നു. നേരത്തെ ധ്യാൻ ചേട്ടന്റെ ചോദ്യം ചോദിച്ചല്ലോ. അപ്പോ ചേട്ടാ, ധ്യാൻ ചേട്ടൻ പാവുണ്ട് വലിയൊരു റൈറ്റ് സ്കെച്ചിന്റെ ഇടയ്ക്കായിരുന്നു, ഉജ്ജ്വലൻ റിലീസ് നിൽക്കുകയായിരുന്നു. ഈ ഇതിന്റെ ഒട്ടയ്ക്കെന്ന് ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഇപ്പൊ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറയാം, വിക്ടിമാണ് പടത്തിൽ. ഒരു ക്രൈം നടക്കുന്നു, ഒരു കൊലപാതക കേസാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അല്ലേ. അപ്പൊ അദ്ദേഹം വരുന്നു, ഒരു ദിവസം രാവിലെ തൊട്ട് എഫേർട്ട് ഇടുന്നു, വൈകുന്നേരം വരെ. ഒരു ദിവസം ചേട്ടാ 4 സീന് 4 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ 4 ഫോട്ടോ, അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോയിട്ട് ഫോട്ടോ ആയിട്ട് മാത്രമാണ് ധ്യാൻ ചേട്ടൻ അഭിനയിച്ചതെന്നാണ് ഒരു റിവ്യൂർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ അറിയാം, സിനിമയെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ചോദിച്ചോണ്ട് പറയാം, ഉള്ള കാര്യം മാത്രം പറയാം. പടം ഇഷ്ടപ്പെട്ടില്ലേ, പടത്തിന്റെ ക്വാളിറ്റി മോശമാണോ, പടം മോശം സിനിമയാണോ, പടത്തിന്റെ കഥ കൊള്ളത്തില്ലേ, എന്ത് വേണേ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്ത പറയും ഫോട്ടോ ആയിട്ട് മാത്രമാണ് അഭിനയിച്ച ആ മനുഷ്യൻ ഒരു ദിവസം, അതായത് ശ്രീനിവാസൻ സാറിന്റെ മകനാണെന്നുള്ളതിനപ്പുറം ധ്യാൻ ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഇവിടെ ധ്യാൻ ചേട്ടൻ ഇല്ല, ധ്യാൻ ചേട്ടനും ഈ യൂണിവേഴ്സായിട്ട് ബന്ധമില്ല, പേര് വന്നില്ലേ, ചോദ്യം വന്നില്ലേ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രൊഫൈലിനെ നമ്മൾ എന്താ പറയാ അപമാനിക്കുന്ന പോലെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മോശം റിവ്യൂ ഇടുന്ന ഈ പറഞ്ഞ റിവ്യൂവർ നല്ലൊരു സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഡിറ്റക്റ്റീവ് ജോലി ഇറങ്ങിയപ്പോൾ എന്ത് പറ്റി 10 ദിവസം കാത്തിരിക്കാൻ റിവ്യൂ ഇടാൻ? അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അത് അവരുടെ ജോലിയാണ്, അത് അവരാ ജോലി ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിനകത്താണ് ക്ലാരിറ്റി. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നില്ലേ ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ എടുക്കാൻ? കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ എല്ലായിടത്തും കേരളം മുഴുവൻ ഒറ്റ സീനിലേ ഉള്ളൂ ലാലേട്ടൻ. ആണോ? കടലുകിടന്ന് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? നമുക്ക് ലാലേട്ടൻ കൂടി ഫോട്ടോ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയും ലാലേട്ടൻ. ഞങ്ങൾക്ക് ലാലേട്ടനെ കിട്ടിയില്ല. ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഏറ്റവും നല്ല കോളേജുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ട് ഞങ്ങൾ പോസ്റ്റർ ചെയ്ത എല്ലാ കാലത്തും മലയാള സിനിമയിൽ നിന്നുള്ളതല്ല, എല്ലാ സിനിമാ മേഖലകളിലും സംഭവിക്കുന്ന കാര്യം. ഈ പറഞ്ഞ റിവ്യൂറിന്റെ തംബ്നെയില് അദ്ദേഹം പറയുന്നു ധ്യാൻ ചേട്ടൻ പടത്തിലില്ല. പിന്നെ എന്തിനാ തംബ്നെയിലിനകത്ത് ഒരു ഫോട്ടോ വെച്ചാൽ? മാർക്കറ്റ് ചെയ്യാനല്ലേ, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ? വെറുതെ വീട്ടിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന അദ്ദേഹത്തിന് അത് വെക്കാമെങ്കിൽ ഞങ്ങൾ റെമ്യൂണറേഷൻ കൊടുത്ത് ഞങ്ങളുടെ സിനിമയിൽ വന്ന് മനസ്സോടെ എഫേർട്ട് ഇട്ട് അഭിനയിച്ചിട്ട് പോയി ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ ഫേസ് ഞങ്ങൾക്ക് പോസ്റ്റ് വെച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞ വെടിക്കെട്ട് കൊണ്ട് ശീലമായില്ലെങ്കിൽ പോകെ ശീലമായിക്കോളൂ എന്ന് പറയുന്ന പോലെ ഇത് ഇതിന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും റിവ്യൂ ഒക്കെ ഇടുമ്പോൾ അല്ല നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടല്ലേ? എനിക്ക് പെട്ടുപോയ അവസ്ഥയാണ്. ഇല്ല എന്താ അറിയോ ചേട്ടാ, സജഷൻ ഇല്ലേ നമ്മുടെ വെടിക്കെട്ടിന്റെ ആർട്ട്? ഞാൻ ഡൽഹിയിലായിരുന്നു നമ്മുടെ വെടിക്കെട്ട് ഇറങ്ങിയപ്പോ. ഞാൻ അവിടെ പോയി പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് പാട്ടുകൾ എനിക്ക് ഭയങ്കര കണക്റ്റായി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഗംഭീര വർക്കാണ്, ഞങ്ങൾ ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ചേട്ടാ അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോ പുള്ളി എനിക്ക് ഈ ലിങ്ക് ഇട്ട് വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെടിക്കെട്ട് റിലീസ് പ്ലാൻ ഉണ്ടോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.